പറഞ്ഞതുപോലെ നാളെ. ബൈ. സത്യം പറടാ, ഏതാ പെണ്ണ്? അത് എന്റെ വകയിലൊരു അമ്മാവന്റെ മോളാ. വകയിലൊരു അമ്മാവനോ? അതിന് നിന്റെ അമ്മയ്ക്ക് ആങ്ങളമാരില്ലല്ലോ. ഇനി ഉള്ള സത്യം പറയാമല്ലോ. അത് KSRTCയിലെ പുതുതായിട്ട് ചാർജ് എടുത്ത വനിതാ കണ്ടക്ടറാ ഇന്ദു. എടാ, വനിതാ കണ്ടക്ടർ ആണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിലല്ലേ കാണേണ്ടത്? അവൾക്ക് നിന്റെ സ്കൂട്ടറിന്റെ പുറകിൽ എന്താ പണി? വിഷ്ണു, എന്റെ പേഴ്സണാലിറ്റിയിലാണോ സ്വഭാവത്തിലാണോ ആ കുട്ടി ആകൃഷ്ടയായതെന്ന് എനിക്കറിയില്ല. നിർലോഭം സ്നേഹം ഇങ്ങോട്ട് കിട്ടുമ്പോ അല്പമെങ്കിലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാതിരിക്കുന്നത് പാവമല്ലേ. മാത്രമല്ല, കുഞ്ഞുനാൾ മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു വനിതാ കണ്ടക്ടർ വിവാഹം കഴിക്കണമെന്നുള്ളത്. ഒരു ഒറ്റ അലക്കാൻ പറ്റുന്നുണ്ടല്ലോ. എടാ, ഡ്യൂട്ടി സമയത്താണോ പ്രേമിച്ചുകൊണ്ട് നടക്കുന്നത്? അതും കമ്പനി സ്കൂട്ടറിൽ. പ്രേമത്തിന് സ്വന്തം സ്കൂട്ടറെന്നോ കമ്പനി സ്കൂട്ടറെന്നോ ഉള്ള വ്യത്യാസമില്ലടാ. ദേ, മേലാൽ ഡ്യൂട്ടി സമയത്ത് ആ പെണ്ണിനെ നിന്റെ കൂടെ എങ്ങാനും കണ്ടാൽ അന്ന് തീരും നിന്റെ പണി. ഇതിന്റെ പേരാണ് അസൂയ. ഇംഗ്ലീഷിൽ ജലസി എന്ന് പറയും. നീ ഇപ്പൊ പറഞ്ഞതിന് ഇംഗ്ലീഷിൽ നോൺസെൻസ് എന്ന് പറയും. ഉള്ള സെൻസ് ഒക്കെ മതി എനിക്ക്. കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ തലമുടിക്ക് ഇത്ര ഇഞ്ച് നീളം വേണം, കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഇത്ര മില്ലിമീറ്റർ ഡയമീറ്റർ വേണം, നടക്കുമ്പോ കഴുത്ത് 15 ഡിഗ്രി ചരിഞ്ഞിരിക്കണം, കണ്ടാൽ ആഫ്രിക്കക്കാരെ പോലെ തോന്നണം, പക്ഷെ ചിരിക്കുമ്പോ ചൈനീസ്കാരെ പോലെ ഇരിക്കണം എന്നുള്ള കണ്ടീഷൻസ് ഒന്നും എനിക്കില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ തലയിട്ടാൽ ഊരാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് എനിക്കറിയാം. അതെ, ഈ കണ്ടീഷൻസും ഡിമാൻഡ്സും ഒക്കെ പിൻവലിച്ച് നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക്. എത്ര നാളാ ഞാൻ ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ അരിഞ്ഞു സത്യം. ചെല്ലു ചെല്ലു.